ശാരീരികവും മാനസികവുമായ നല്ലൊരു ഉണർവിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിനെക്കുറിച്ചുള്ള എപ്പിസോഡാണ് ഇന്ന് പറയുന്നത്. പ്രഭാത സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ഉണർവ് അത് പ്രഭാതത്തിലാണ്. ആ പ്രഭാത സമയത്തിൽ അവന് ആദ്യം ഉണ്ടാകേണ്ടത് പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഉണരുക എന്നതാണ്. അങ്ങനെ ഉണർന്നതിന് ശേഷം നല്ല ചിന്തകളിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയി ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഏത് വിഷയത്തെയും വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ദൃഢനിശ്ചയത്തിലായിരിക്കണം നമ്മൾ ആദ്യം പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുങ്ങേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ദിവസം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പ്രഭാത ചിന്തകളിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ ഇറങ്ങുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് എവിടൊക്കെയാണ് സമയത്തിൻ്റെ നഷ്ടങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ടോ, ഇതിനൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ തുടക്കം പ്രഭാതം നമ്മൾ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലേക്ക് ആ ദിവസം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പ്രഭാത സമയത്ത് അഥവാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പ്രത്യേകമായ ഒരു എനർജി പ്രപഞ്ചത്തിൽ അല്ലാഹു തആല നൽകുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ആ ഒരു എനർജിയെ മനുഷ്യൻ ശ്വസിക്കുമ്പോൾ ബ്രീത്തിങ്ങിലൂടെ അത് ആന്തരിക അവയവങ്ങളിലേക്ക് ഈ എനർജി കടന്നു വരുമ്പോൾ നമ്മുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് കരുത്ത് നൽകാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാതത്തിൻ്റെ മുമ്പ് അഥവാ സുബഹിയുടെ മുമ്പ് ഉണർന്ന് പടച്ച റബ്ബിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ഇസ്ലാം നമുക്ക് വച്ച് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അശ്രദ്ധയാണ് പലപ്പോഴും നമ്മെ ഈ രീതിയിലേക്ക് അഥവാ മടിയന്മാരാക്കി നമ്മുടെ ആരോഗ്യത്തിലുള്ള ജീവിതത്തേക്ക് നമ്മെ നയിക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രഭാത സമയത്തിൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഒരുങ്ങേണ്ടത് വീട്ടുജോലികളാണ്. അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ജോലിക്ക് പോകും. ഇവിടെ എല്ലാം നമ്മൾ ഏത് ജോലി എടുക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇത് ഇന്നത്തെ പ്രഭാതം എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഒരുങ്ങുകയാണ്. ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവർക്ക് ഭക്ഷണം നൽകാനുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള നീയത്ത് നമുക്കുണ്ടെങ്കിൽ ഏത് വിഷയവും നമുക്ക് വളരെ സൗമ്യമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ലക്ഷ്യബോധം ഇല്ലാതെ അല്ലെങ്കിൽ നീയത്തില്ലാത്ത വിഷയമാണ് നമ്മെ പലപ്പോഴും മടിയന്മാരാക്കുന്നത്. കാരണം ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ, നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നിറവേറ്റും. ഉദാഹരണം പറയാം, നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഒരു നീയത്ത് നമുക്കുണ്ട്. നീയത്തില്ലാതെ നോമ്പ് അനുഷ്ഠിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ക്ഷീണങ്ങളും എത്രയായിരിക്കും. എന്നാൽ നീയത്ത് വെച്ചുകൊണ്ടുള്ള നീയത്ത് വെച്ചുകൊണ്ടുള്ള നോമ്പോ നിസ്കാരമോ ആണെങ്കിൽ അത് നമുക്ക് നിർവഹിക്കാൻ വളരെ സന്തോഷത്തോടെ അത് പൂർത്തീകരിക്കാൻ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. എന്നതുപോലെയാണ് പ്രഭാത ലക്ഷ്യം നമുക്ക് നന്നാക്കിയെടുക്കുക എന്നത് ആദ്യപടിയാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും കർമ്മങ്ങൾ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കഴിയും എന്നൊരു രീതിയിലേക്കാക്കണം. ഇന്നതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. പോസിറ്റീവ് മൈൻഡിന് പകരം തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് ചിന്തയാണ് പലർക്കും വരുന്നത്. കാരണം ഉണർന്നു കഴിയുന്ന ആ സമയത്ത് നമ്മുടെ തലച്ചോറ് വളരെയധികം പ്രഭാത സമയത്ത് ഈ ഒരു എനർജി നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡോപ്പമിനും എല്ലാ ഹോർമോണുകളും വളരെ ശക്തിയോടെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പോസിറ്റീവ് മൈൻഡിനെ നെഗറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരം ചിന്തകളാണ്. അഥവാ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയോടുകൂടെയാണ് പലരും അതിനെ നേരിടുന്നത്. അങ്ങനെ നേരിടുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യവും നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് അത് എത്തിപ്പെടാതെ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. മൂന്നാമത്,
പറയുന്നത് പ്രഭാത സമയത്തുള്ള കുളിയാണ്. പ്രഭാത സമയത്തുള്ള കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രത്യേകമായ വെള്ളം ചേരുന്നത് കൊണ്ട് നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ശക്തി ലഭിക്കുകയും അന്നത്തെ ദിവസം നമുക്ക് വളരെ ഒരു ഉന്മേഷമുള്ള ഒരു എനർജി ലഭിച്ച ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പ്രഭാത സമയത്തുള്ള കുളി വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ഭക്ഷണ രീതിയാണ്. കൃത്യമായും ഒരു 9 മണി 8 മണിയുടെ മുമ്പായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കണം. അതിൽ തന്നെ നമ്മൾ കഴിക്കേണ്ടത് കനമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ ഒരു അരിഭക്ഷണം അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ധാന്യങ്ങൾ പൊടിച്ചുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി തീർക്കാം. പിന്നീടുള്ളത് പലപ്പോഴും പല സഹോദരിമാരുടെയും പല രോഗങ്ങൾക്കും കാരണം ഉച്ച സമയത്തുള്ള കുളിയാണ്. വീട്ടിലെ എല്ലാ ജോലികളും എല്ലാം കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ടെല്ലാം പലരും ചെയ്യുന്നത് ഒരു മണി 2 മണി ആകുമ്പോഴേക്കും കുളിക്കും. ഈ സമയത്തുള്ള കുളി പല രോഗങ്ങൾക്കും അത് കാരണമായി തീരുന്നുണ്ട്. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, അതുപോലെ നമ്മുടെ തലവേദന പോലുള്ള ശാരീരിക കടച്ചിലുകൾ, സന്ധിവേദനകളൊക്കെ വരാൻ കാരണം ഈ സമയത്തുള്ള കുളിയാണ്. ഇത് പല സഹോദരിമാരും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് നമ്മൾ പലപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ ഉച്ചഭക്ഷണത്തിന് സമയമാണ്. കൃത്യമായും ഒരു മണിയുടെ മുമ്പായിട്ട് ഉച്ചഭക്ഷണം കഴിക്കുക. അത് നമ്മൾ അരിഭക്ഷണം തന്നെ ആയാൽ നന്നായി, അഥവാ തവിടുള്ള അരിയാവുക എന്നത് വളരെ നല്ലതാണ്. ഇന്ന് മാർക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോളിഷ് ചെയ്ത അരികൾ, വെളുത്ത അരികൾക്ക് പകരം തവിടുള്ള അരിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി അതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വൈകുന്നേര സമയം പ്രത്യേകമായ ഭക്ഷണത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. വേണമെങ്കിൽ ചായ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നല്ലാതെ ഭാരമുള്ള പൊറാട്ട പോലുള്ള ഭാരമുള്ളതൊന്നും നമ്മുടെ വയറ്റിലേക്ക് എത്താതിരിക്കുക എന്നത് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. പിന്നീടുള്ളത് രാത്രിയുടെ ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം ഏത് സമയത്ത് കഴിക്കണമെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറങ്ങുന്നതിന്റെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പാണ് പലരും നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭക്ഷണ രീതി തന്നെ പല രോഗങ്ങൾക്കും കാരണമാണ്. കാരണം ശരിയായ രീതിയിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് ഫ്രീ ആയിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുന്ന മൂഡിലേക്ക് എത്തുകയാണ് വേണ്ടത്. കാരണം ഈ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ കിടക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് വീണ്ടും അവിടെ പ്രവർത്തിക്കേണ്ട സമയം വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കിന് അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് 8 മണിയുടെ മുമ്പ്, ഏറ്റവും നല്ലത് സൂര്യൻ അസ്തമിച്ച് ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയാണ് വേണ്ടത്. ആ രീതിയിലാണെങ്കിലും കുറഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയാൽ കൃത്യമായി നമുക്കത് നമ്മുടെ ശീലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് രാത്രി 10 മണിയുടെ മുമ്പായിട്ട് ഉറങ്ങുക. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു 9-10 മണി ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രഭാത സമയത്ത് അതിരാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികൾ, ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളൊക്കെ എത്ര സമയം നമ്മൾ മൊബൈലിലൂടെയും അല്ലെങ്കിൽ നമ്മൾ തന്നെ എത്ര സമയം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇത്തരം കാര്യങ്ങളിലുള്ള പോരായ്മകളാണ് പലപ്പോഴും നമ്മളെ രോഗിയാക്കി മാറ്റുന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ വളരെ മെച്ചപ്പെട്ട് ഏത് രീതിയിലാണ് ഓരോ ദിവസം കൊണ്ടുപോകേണ്ടത്, ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കുന്ന രീതി. ഇന്ന് വെള്ളം ഇല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങൂല എന്നുള്ളതാണ് കുട്ടികളൊക്കെ ധരിച്ചിരിക്കുന്നത്, നമ്മളും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്ഷണം എന്നത് നമ്മുടെ വായിൽ വെച്ച് ചവച്ചരച്ച് കഴിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വായിലുള്ള ഉമിനീർ ഉൾപ്പെടെ കലർന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല പോഷകമായി നമുക്ക് ആന്തരിക അവയവങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ചവച്ചരച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ആന്തരിക അവയവങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളൊന്നും പ്രത്യേകമായ രീതിയിലുള്ള ദഹനങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും. പിന്നീട് പറയാനുള്ളത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അതിരാവിലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാത്രി അരിഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ നട്സുകളോ, ഈ ബദാം പോലുള്ള ഈ തേങ്ങ പോലുള്ളതൊക്കെ ഏറ്റവും നല്ല നട്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഈ നട്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രാത്രിയുടെ ഭക്ഷണവും ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണത്തിലെയും നിയന്ത്രണം, അതുപോലെ വെള്ളവും നമ്മുടെ ഉറക്കവും എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
നമുക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡ് വീണ്ടും പുതിയ വിഷയങ്ങളായി വരാം. അസ്സലാമു അലൈക്കും.